നമുക്ക് ഒരുമിച്ച് ദൈവം പഠിക്കുവാനായിട്ട് ഇങ്ങനൊരു മനോഹരമായ സന്ദർഭം കൂടി ദൈവം തന്നവർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ വന്ന് എന്നോട് ഇന്നത്തെ രണ്ടാമത്തെ ഈ സെഷനും എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംസാരിക്കണം എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്നാൽ കർത്താവ് തന്ന ഒരു ചെറിയ ആലോചന നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ബൈബിൾ സ്റ്റഡി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബൈബിൾ സ്റ്റഡി എന്നുള്ള നിലയിൽ ഒരു വലിയ ടോപ്പിക്, അതിൻ്റെ ഒരു ചെറിയ അംശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് ലീഡർഷിപ്പ്. സാധാരണ നാം പുരുഷന്മാർ എന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം നേതൃത്വം അഥവാ ലീഡർഷിപ്പ് എന്നുള്ള വിഷയമാണല്ലോ. സഭകളിലായാലും വീടുകളിലായാലും നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും ലീഡർഷിപ്പ് എന്നുള്ള കാര്യം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് സംബന്ധിച്ച് ഒരു പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. So if I put a title for today's study, I will say leadership in Jesus style. അഥവാ യേശുക്രിസ്തുവിന്റെ ശൈലിയിലുള്ള നായകത്വം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്കൊരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. When Jesus therefore perceived that they would come and take him by force to make him a king, he departed again into a mountain himself alone. അവർ വന്ന് തന്നെ രാജാവാക്കുവാൻ ആലോചിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കർത്താവ് താൻ ഒറ്റയ്ക്ക് അവരുടെ ദൃഷ്ടിയിൽ നിന്ന് വഴുതി അവൻ ഒറ്റയ്ക്ക് മാറിപ്പോയി എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുന്നത് യേശുക്രിസ്തുവിനെ കണ്ട, തൻ്റെ സംസാരം കേട്ട, താൻ ചെയ്ത കാര്യങ്ങൾ കണ്ട ജനങ്ങൾ, എനിക്കറിയില്ല അവിടെ ഇമ്മീഡിയറ്റ്ലി ഒരു കമ്മിറ്റി കൂടിയൊന്നും എനിക്കറിയില്ല, എന്നാൽ അവരെല്ലാവരും ഒരുമിച്ച് വന്ന് പറയാണ്, യു വിൽ ബി അവർ ലീഡർ. You are fit for a leader. You will be our king. You will be our leader. ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെപ്പോലുള്ള ഒരു നേതാവിനെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. We see that leadership in you. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ വന്ന് അങ്ങ് ഞങ്ങൾക്ക് രാജാവാകണം, അങ്ങ് ഞങ്ങൾക്ക് നേതാവാകണം, ഞങ്ങളുടെ ലീഡർ അങ്ങ് ആകണം എന്ന് പറയുവാനുണ്ടായ കാരണം എന്താണ്? എന്തൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് കർത്താവിൽ അവർ കണ്ടത് എന്ന് മാത്രം വളരെ ചുരുക്കമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് നാം ക്രിസ്തീയ ഗോളത്തിൽ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ലീഡർഷിപ്പ് എന്നുള്ള ശബ്ദം നമ്മളെക്കാൾ ഏറെ ഉപയോഗിക്കുന്ന കോർപ്പറേറ്റ് വേൾഡിലാണ്. അവിടെ ടീം ലീഡേഴ്സ് ഉണ്ട്, അവിടെ ഈ ഏരിയ ലീഡേഴ്സ്, അങ്ങനെ പല ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പം ഈ ലീഡർഷിപ്പ് എന്നുള്ള കാര്യം നാം ആദ്യം മനസ്സിലാക്കുന്നത് എങ്ങനെയാണത് കോർപ്പറേറ്റ് വേൾഡിലുള്ളത് സെക്കുലർ വേൾഡിലുള്ള ആൾക്കാർ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ കുറെ കൂടി നമുക്ക് എളുപ്പമായി തീരും എന്ന് ഞാൻ കരുതുന്നു. there are വിവിധ നിലകളിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസിലുണ്ട്. സോ ഐ വിൽ just say a few things here. There are transformational leadership, അഥവാ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന നായകത്വമുണ്ട്. അഥവാ നമ്മുടെ ജീവിതത്തെ വിവിധ നിലകളിൽ സ്വാധീനിക്കുന്ന വിവിധ നിലകളിലുള്ള ലീഡർഷിപ്പ് ശൈലികൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ക്രിസ്തീയ നായകത്വത്തെ പറ്റി നമ്മൾ സാധാരണ പറയുന്ന ഒരു ടേമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ സെർവന്റ് ലീഡർഷിപ്പ്. അപ്പൊ ഞാൻ മറ്റു കാര്യങ്ങൾ പറയാതെ അതിനെപ്പറ്റി മാത്രം പറയട്ടെ. സെർവന്റ് ലീഡർഷിപ്പ്. ഈ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? നാം മറ്റുള്ളവരുടെ ദാസൻ ആകണം എന്നുള്ളതാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും നാം പലപ്പോഴും മനസ്സിലാക്കിയത്. അങ്ങനെ ആകണമെന്നില്ല, മറ്റുള്ളവരുടെ ദാസൻ ആകണം എന്നല്ല.
Servant leadership is a relationship leadership. Servant and master. Servant, the moment you say servant, there is a master included in that. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞു. എന്താണ്? There is a master and there is a servant. അപ്പൊ സെർവന്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് നാം ആദ്യമായി മനസ്സിലാക്കുന്ന കാര്യം, ഇറ്റ് ഈസ് എ ലീഡർഷിപ്പ് സ്റ്റൈൽ ഇൻവോൾവ്സ് റിലേഷൻഷിപ്സ്. പിന്നെ ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ക്രിസ്തീയ നായകത്വത്തിന്റെ ഏറ്റവും കീ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. നാം അവിടെ ഒരു എന്താ പറയുക, നാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, പരസ്പരം നാം ചെയ്യേണ്ട കർത്തവ്യങ്ങളുണ്ട് ആ ബന്ധത്തിനുള്ളിൽ നിന്നുകൊണ്ട്. അപ്പം ആ ഒരു കാര്യം നാം ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഞാനിവിടെ വായിച്ച വാക്യത്തിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ, നമുക്കധികം സമയം മുമ്പിലില്ലാത്തതുകൊണ്ട് നാം വായിച്ച ഭാഗത്തേക്ക് തിരിച്ചു വരാം. അപ്പൊ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് അവർ നീ തന്നെയാണ് ഞങ്ങളുടെ രാജാവാകുവാൻ യോഗ്യനായ വ്യക്തി എന്ന് പറഞ്ഞതിന് കാരണങ്ങൾ നമുക്ക് കണ്ടെത്താം. കർത്താവ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. The leadership of our Lord Jesus Christ is not only in a small way. If you think about the leadership of our Lord Jesus Christ, we can actually divide it into 3 or 4 levels of leadership. ഞാനത് ആദ്യം തുടങ്ങുന്നു. ഒന്ന്, കർത്താവായ യേശുക്രിസ്തു വലിയ ജനസമൂഹങ്ങളുടെ നായകനായിരുന്നു. കർത്താവ് പോയിട്ടുള്ളവരൊക്കെ 5000 പേര്, 6000 പേര് അല്ലെങ്കിൽ 10000 പേര് ഒക്കെ കൂടിവരവുകൾ അഥവാ അത്രയും ആൾക്കാര് കർത്താവിനെ ഫോളോ ചെയ്തിട്ടുള്ള അനേക സന്ദർഭങ്ങളുണ്ട്. ഇവിടുത്തെ ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ 6-ാം അധ്യായത്തിൽ തന്നെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യമായിരുന്നു. അപ്പോൾ അവിടെ വലിയ ജനസമൂഹത്തിന്റെ നേതാവായിരുന്നു കർത്താവ്. നമുക്ക് അവിടെ താഴേക്ക് വരാം. ഞാൻ പിന്നീട് വായിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ 70 പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് അവരെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വില്ലേജുകളിലേക്ക് അയക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ആ മൾട്ടിറ്റ്യൂഡ് എന്നുള്ളത് കുറഞ്ഞ് 70 പേരായി. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം അത് 12 കുറഞ്ഞു, 12 പേരെ തിരഞ്ഞെടുക്കും. അപ്പം കർത്താവ് he was a leader for multitudes, he was a leader for 70 and then he was a leader for 12. അവിടെയും കഴിഞ്ഞില്ല. Our Lord had a inner circle friendship. ആരൊക്കെയായിരുന്നു അവര്? പീറ്റർ, ജെയിംസ് ആൻഡ് ജോൺ. ഈ 3 പേര് കർത്താവിനോട് കൂടെ എപ്പോഴും സന്തത സഹചാരികളായി. ഇപ്പൊ നാളെ തിരിച്ചിട്ടാൽ എങ്ങനെ വരും? കർത്താവിന്റെ നായകത്വം ആദ്യം പ്രതിഫലിക്കുന്ന എവിടെയാണ്? ആ 3 പേരുള്ള ചെറിയ സർക്കിളിലാണ്. എ സ്മോൾ സർക്കിൾ ഓഫ് 3 people. അപ്പൊ അവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്തായിരുന്നു? പല സന്ദർഭങ്ങളിലും നാം വായിക്കുന്നത് കർത്താവ് മറ്റുള്ള ശിഷ്യന്മാരെ മാറ്റി നിർത്തി ഈ 3 ശിഷ്യന്മാരെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് കാണുന്നു, അല്ലെ? മറുരൂപമലയിലാകാം, അല്ലെങ്കിൽ ഗെത്സമനെ തോട്ടത്തിലാകാം. അവിടെയൊക്കെ കർത്താവിന്റെ കൂടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന 3 പേർ ആരായിരുന്നു? യോഹന്നാനും യാക്കോബും പത്രോസും. അപ്പം ആ ചെറിയ സമൂഹത്തിന്റെ 3 പേരുടെ നായകത്വം, ആ 3 പേരുടെ മേൽ നായകനായിരുന്ന കർത്താവ്, അവരുടെ പ്രാർത്ഥന, അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരെ ഉപദേശിക്കുന്ന കർത്താവ്, ചില വിശേഷ സന്ദർഭങ്ങളിൽ പ്രത്യേക കാര്യങ്ങൾ അവർക്ക് പരിചയപ്പെടുത്തുന്ന കർത്താവ്. അപ്പൊ ആ 3 പേരുടെ നായകത്വമാണ് കർത്താവിനെ ആയിരക്കണക്കുള്ള ജനങ്ങളുടെ നായകനാക്കുവാൻ ഒരു രീതിയിൽ പറഞ്ഞാൽ പ്രാപ്തനാക്കി. ആ ലീഡർഷിപ്പ് സ്റ്റൈലാണ് ഞാൻ പറയുന്നത്. കർത്താവ് അതർവൈസ് ഓൾസോ ഈസ് ഏബിൾ. പക്ഷേ that 3-member leadership is very vital, very important. കർത്താവ് അവിടെയാണ് ആരംഭിക്കുന്നത്. അവിടെ തന്റെ ശുശ്രൂഷ ആരംഭിച്ച കർത്താവാണ് പിന്നീട് ജനസാഗരങ്ങളുടെ, നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ജനസാഗരങ്ങളുടെ നായകനാകുവാൻ കർത്താവിനെ സഹായിച്ചത്. അപ്പം പലപ്പോഴും നമുക്ക് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് സഭയിലുള്ള അംഗങ്ങളുടെ എണ്ണം നോക്കി നമ്മൾ പക്ഷേ ഞാനൊരു ചെറിയ നേതാവാണ്, അല്ലേ? ഞാനൊരു ചെറിയ നേതാവാണ്, ഞങ്ങളുടെ സഭയിൽ 10-12 പേരേ ഉള്ളൂ, 15 പേരേ ഉള്ളൂ എന്ന് പറയും. പക്ഷെങ്കിൽ അവിടെയാണ് നാം തുടങ്ങേണ്ടത്. അവിടെ നാം സക്സസ്ഫുൾ ആയാൽ മാത്രമേ നമുക്ക് 12-ന്റെയോ 70-ന്റെയോ പിന്നെ മൾട്ടിറ്റ്യൂഡിന്റെയോ നായകന്മാരാകാൻ സാധിക്കും.
അതാണ്, ദാറ്റ് ഈസ് ദ സ്റ്റൈൽ ഓഫ് ജീസസ് ലീഡർഷിപ്പ്. സോ യു സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ചെറിയ സമൂഹത്തിലുള്ള ജനങ്ങളുമായി ആരംഭിക്കുക. പല സുവിശേഷന്മാരും ഞാൻ കാണും, പ്രത്യേകിച്ച് ഞങ്ങളുടെ കർണാടകത്തിലുള്ള പല ഇതുവരെയും സുവിശേഷീകരിക്കാത്ത സ്ഥലങ്ങളിലുള്ള ചെറിയ സഭയിലുള്ള സഹോദരന്മാരെ കാണുമ്പോൾ അവർ നിരാശിതരാണ്. എന്ന് പറഞ്ഞാൽ 10 പേരേ ഉള്ളൂ, 12 പേരേ ഉള്ളൂ, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത് ദാറ്റ് ഈസ് വെരി ഹാർഡ് ടു സ്റ്റാർട്ട്. ആ 10 പേര് അല്ലെങ്കിൽ 3 പേര്, കർത്താവ് പറയുകയാണെങ്കിൽ 3 പേര് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമായി. So you should start your ministry among those 3 people, and then you will be the leader of masses in the days to come. So that is a principle the Lord has laid before us. 6-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട കഥ എന്താണെന്ന് ചോദിച്ചാൽ, ജീസസ് ഫീഡിങ് 5,000 people with bread and fish. ഈ 5,000 പേരെ പോഷിപ്പിക്കുന്ന കർത്താവ് ആ കാര്യം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തതെന്ന് നോക്കാം. അവിടെ കർത്താവ് ഹാൻഡിൽ ചെയ്ത രീതി നോക്കുമ്പോൾ കർത്താവിലുണ്ടായിരുന്ന ചില ലീഡർഷിപ്പ് ക്വാളിറ്റീസ് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. When Jesus then lifted up his eyes and saw a great company come unto him, he saith unto Philip, when shall we buy bread, that these may eat? കർത്താവ് ജനസമൂഹം തൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോൾ അവരെ നോക്കി മനസ്സലിവുള്ളവനായിട്ട് പറയുകയാണ്, നാം ഇവർക്ക് എങ്ങനെ ആഹാരം കൊടുക്കും. ഒന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, എ ലീഡർ ഈസ് കമ്പാഷനേറ്റ്. When you see a group of people, he was not only concerned about preaching and teaching, providing for their spiritual needs, but he was also concerned about their physical needs. Man has both spiritual needs and physical needs. കർത്താവ് ഈ മനുഷ്യന്റെ ഈ 2 ആവശ്യങ്ങളും മനസ്സിലാക്കിയിരുന്നു. കർത്താവ് പറയുകയാണ്, അവർക്ക് എവിടെ നിന്നാണ് നാം ആഹാരം കൊടുക്കുക. പ്രസംഗം നല്ലതാണ്, അത്ഭുതങ്ങൾ നല്ലതാണ്, but there is something more to that. A leader will understand the needs of the people. I'll put it in this way. Man has spiritual needs. That is a long-term need for man. There's a long-term need for man. Spiritual needs are a long-term needs. But there are physical needs which are immediate needs. His food, his health, his wealth, his home, shelter, all these are immediate needs. So both these are important. I think a lot of brethren emphasize on the spiritual needs of the people. And we say we are not bothered about your immediate needs. And unless you satisfy the immediate needs of the people, ആളുകളുടെ ഏറ്റവും ഉടനെയുള്ള ആവശ്യങ്ങളെ നിറവേറ്റുന്നില്ല എങ്കിൽ നമുക്ക് അവരെ ഒരിക്കലും ആത്മീകമായിട്ടുള്ള മെച്യൂരിറ്റിയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. So both these needs are important. So Jesus was compassionate about their needs, and he identified their spiritual needs as well as physical needs. A true leader will identify their spiritual needs and physical needs, and he will be compassionate towards them. Point number two. Chapter 6 and verse 5. When Jesus then lifted up his eyes and saw a great company come unto him, he saith unto Philip, when shall we buy bread, that these may eat? ഇവിടെ കർത്താവ് അവരെ കണ്ടിട്ട് പറയാണ്, നാം ഇവർക്ക് എവിടെ നിന്ന് ആഹാരം കൊടുക്കും. So he says, from where we shall give them food. എവിടെ നിന്നാണ് നാം ഫുഡ് കൊടുക്കുന്നത്?
കർത്താവോട് ഉപയോഗിക്കുന്ന ആ ഒരു ടേം ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ എവിടുന്ന് നമ്മൾ കൊടുക്കും. ലോർഡ് ഈസ് സേയിങ് എവിടുന്ന് നിങ്ങൾ കൊടുക്കുമെന്നല്ല, എവിടുന്ന് ഞാൻ കൊടുക്കുമെന്നല്ല. The Lord says from where we will give. A good leader will invite people to get involved. കർത്താവ് എന്താണ് ചെയ്തത്? There is a need. What is the need? They are hungry. They need to be fed. ആ നീഡ് കണ്ടു, അത് ഐഡന്റിഫൈ ചെയ്തു. He was compassionate about that. അപ്പൊ കർത്താവ് പറയാണ്, നാം ഇത് കൊടുക്കണം. We will do it. A true leader will inspire others and he will invite others to get involved in addressing the need. ഒരു യഥാർത്ഥത്തിലുള്ള നായകൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ആ നായകൻ ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ആവശ്യം നിറവേറ്റുവാൻ തൻ്റെ കൂടെയുള്ള ജനങ്ങളെ അവരെ പ്രകോപിപ്പിച്ച് അവർ ആ കാര്യത്തിൽ ഇടപെടുവാനായിട്ട് അവരെ ആഹ്വാനം ചെയ്യുകയും ചെയ്യും. He will invite and involve. He will not do alone. And many times, we think, I am a leader, it is my responsibility, I must do it. So that is why we see, a lot of single band leaders in our assemblies. Many times, a single man does everything, A to Z, in an assembly. If you go to some assemblies, you see only one man doing everything. ചില അസംബ്ലിയിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും നാം കാണാറുള്ള കാര്യം, one person doing everything. But the Lord says, we will do it. I need your involvement. It's not me alone, but let us do it together. A true leader will inspire people to get involved in the actions. Chapter 6 and verse 5 again. We'll read it again. There's one more point hidden in this verse. We will read it again. When Jesus then lifted up his eyes and saw a great company come unto him, he saith unto Philip, when shall we buy bread that these may eat? The Lord is asking them, from where we will buy? കർത്താവ് അവരോട് ചോദിക്കുന്ന, എവിടുന്ന് നാം ഈ ഭക്ഷണം നമുക്ക് ലഭിക്കും? ഫ്രം വേർ വി വിൽ ഗെറ്റ്. എങ്ങനെ കൊടുക്കുമെന്നല്ല, അങ്ങനെയാണ് ചോദിക്കുന്നത്. The Lord is asking, from where we will give. It's not how we will feed. That is not the question. Many times, പല സമയത്തും ലീഡേഴ്സ് ആയിട്ടുള്ള നമ്മുടെ മുമ്പിൽ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെ അത് ചെയ്യും എന്നുള്ളതാണ്. Okay, there are 1,000 people in the city of Trivandrum. How can we evangelize them? It's a good question. And many times we are stuck with that question. We see there are 1,000 people in the city, whereas there is only one evangelist. And we say that, how can I do that? Only one person, 1,000 people are there to be fed. So we often think about how can we do that? How the term how leads you to strategies. You must have heard this term, strategies, right? നമ്മൾ ഒരുപാട് മിനിസ്ട്രി ചെയ്യുന്നവർക്കറിയാം, they do strategies. There's a missionary challenge conference. What is a strategy? There's a evangelism need. What is a strategy? We have to go to Madhya Pradesh and evangelize the tribals. What is a strategy? How do you do that? What kind of tracts are available? The question how actually leads you to the strategies. So a lot of leaders are spending a lot of time sitting down, thinking about the strategies to evangelize, to build up the churches, and to do the ministry. Good. You must do that. You must have a plan, action plan. Very good. You must do that. But the Lord is not asking, how will you do this? ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നല്ല കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എവിടെ നിന്ന് ഇത് കിട്ടും? ഫ്രം വേർ യു വിൽ ഗെറ്റ്. I'll tell you one example. There are, we say, in Tirumala Assembly, there are 25 young people to be trained in theology. The elders in the church will think, how can we do that? There are 25 young people to be trained in theology. All elders, we have never had any theological studies. We never went to Bible college.
So maybe 2 of us will go to Bible college, a 4-year training, and then we'll come back and teach the young people. So if you ask, how can I train these 25 people with theology? The answer is 2 of the elders from out of 4, 2 of us will go to a Bible college. 2 പേര് ബൈബിൾ കോളേജിൽ പോകും, പഠിക്കും, തിരിച്ചു വന്ന് നമ്മൾ ഈ 25 എൽഡേഴ്സിനെ യങ് പീപ്പിളിനെ നാം ട്രെയിൻ ചെയ്യും. The answer for how can we do probably can be this. ഇത് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ ചിലപ്പം അങ്ങനെയുള്ളൊരു ഉത്തരം കിട്ടും. പക്ഷേ from where we will train എന്ന് ചോദിച്ചാൽ, there's BBI there, we'll send them there. There is GFTA there. So the answer is so easy there. നാം എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ there can be many answers. ചില ആൻസർ ഒരു പക്ഷേ ലോങ് ടൈം ആയിരിക്കാം, പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. പക്ഷെങ്കിൽ ഇവിടെ നിന്നാണ് നമുക്കത് കിട്ടുക എന്ന് ചോദിച്ചാൽ we'll get answer. Okay? BBI is there, GFTA is there, പെരുമ്പാവൂർ ദേശ ട്രെയിനിങ് സെന്റർ, തൃശ്ശൂർ ദേശ ട്രെയിനിങ് സെന്റർ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയി അവിടെ. The Lord is asking from where you do it. I think when the Lord asked that question, probably the Lord expected an answer like this. Lord, we are not capable, we cannot do it, but you can do it. Probably they could have probably അവരൊരു പക്ഷേ തങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് അവർക്ക് ആഹാരം കൊടുക്കണം, ഞങ്ങളെ കൊണ്ട് കഴിയില്ല, പക്ഷെ നിനക്ക് കഴിയും എന്ന് ഒരു പക്ഷേ അവർ പറയും. എന്നാൽ നിന്നെ കൊണ്ട് പറ്റും. ഇറ്റ് ഈസ് പോസിബിൾ ഫ്രം യു, നോട്ട് ഫ്രം us. Actually that is the answer there. കർത്താവ് ചോദിക്കുന്നത് from where you will get this food. വാക്യം 6, we will go to verse 6. And this he said to prove them, for he himself knew what he would do. കർത്താവ് അവരോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. അത് അവർ ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഉദ്ദേശമില്ല. കർത്താവിന് അറിയാം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അവരെന്ത് ചെയ്യും, അവരുടെ റെസ്പോൺസ് എന്താണ്, അവരെങ്ങനെയാണ് ഈ ചലഞ്ചിനോട് പ്രതികരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് കർത്താവ് അത് ചോദിച്ചത്. And then he says, he knew what he was about to do. താൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തനിക്ക് അറിയാമായിരുന്നു. So my 4th point here is, a good leader will know what he is about to do. He has clarity in convictions. He has clarity in beliefs. He has clarity in actions. A true leader will know, yes, this is what to be done. He has no doubt. He knows where he is going. He knows what he is about to do. He has clarity about his next movement. A true leader, ശരിക്കുള്ള ഒരു നേതാവ്, താൻ എന്താണ് ചെയ്യുന്നത്, താൻ എന്താണ് വിശ്വസിക്കുന്നത്, താൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. A lot of leaders do not know where they are doing, what they are doing, where they are going. അനേക നായകന്മാർക്ക് തങ്ങൾ എവിടേക്ക് പോകുന്നു എന്നോ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്നോ തങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്നോ അറിയില്ല. അങ്ങനെയുള്ള അനേക നായകന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് വിശ്വസിക്കുന്നത് അറിയില്ല. They do not know doctrines, they do not know teachings, they do not know the principles of the assembly, they do not know how to do the ministry. For them everything is okay. No clarity about anything. Let me tell you that you cannot be a leader if you are not sure about what you are about to do. A true leader will have clarity about what he is about to do in his life. Number 5. Verse 7, 7th വാക്യം. Philip answered him, 200 penny worth of bread is not sufficient for them, that every one of them may take a little. Now, കർത്താവ് ചോദിക്കുകയാണ്, ഇവർക്ക് നിങ്ങൾ എവിടെ നിന്ന് കൊടുക്കും? ചോദ്യം എന്താണ്? എവിടെ നിന്ന് കൊടുക്കും? നമ്മൾ അനേകരെ പോലെ ഇത് കേട്ട, ആ ചോദ്യം കേട്ട ഫിലിപ്പ് എന്താണ് ചിന്തിച്ചത്?
ഇത് എങ്ങനെ കൊടുക്കുവാൻ സാധിക്കുമെന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഐ തിങ്ക് ഹി സാറ്റ് ഡൗൺ ഇമ്മീഡിയറ്റ്ലി, ടുക്ക് എ പെൻ ആൻഡ് പേപ്പർ, മേഡ് എ കാൽക്കുലേഷൻ. അവിടെ 50 പേര്, ഇവിടെ 100 പേര്, അവിടെ 1000 പേര്, എല്ലാം കൂടെ 5000 പേര് കാണും. കഴിഞ്ഞ ആഴ്ച ഇത്ര പേര് വന്നപ്പം അതിനകത്ത് നമുക്ക് 100 രൂപ കിട്ടി. ഇപ്രാവശ്യം കുറെ ആൾക്കാർ കൂടുതലുണ്ട്, 150 രൂപ കിട്ടും. എല്ലാം കൂടെ കൂട്ടി കുറെ എക്സ്ട്രാ കോൺട്രിബ്യൂഷൻസ് എല്ലാം വന്നാൽ 200 രൂപ കാണും. ആ 200 രൂപ കിട്ടിയാലും ഇന്നത്തെ പരിപാടി നടക്കുകയില്ല. ദാറ്റ്സ് കോൾഡ് സ്ട്രാറ്റജി. ഇത്ര ആൾക്കാരുണ്ട്, ഇത്രയാണ് നീഡ്, ഇത്രയും വന്നാലും നമുക്ക് ഇത്രേ കിട്ടത്തുള്ളൂ. മാക്സിമം ഇന്നത്തെ സ്വത്രാഴ്ച വന്നാൽ 200 കിട്ടത്തുള്ളൂ. അതുകൊണ്ടും ഇത് സാധിക്കുകയില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. 200 രൂപ കിട്ടിയാലും കഴിയുകയില്ല എന്ന് കർത്താവ് പറയാണ്. അപ്പൊ ഫിലിപ്പ് എന്താണ് ആക്ച്വലി ചെയ്തതെന്ന് വെച്ചാൽ, ഫിലിപ്പ് അവിടെ ഇരുന്ന് ചിന്തിക്കുകയാണ്, ഇവിടെ ഒരു കളക്ഷൻ എടുത്താൽ 200 ദിനാർ കിട്ടുവാൻ. ഹി വാസ് ലുക്കിംഗ് ഇൻ ടു അതേഴ്സ് പോക്കറ്റ്, അല്ലേ? ഓക്കെ, അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, അവരൊക്കെ കേപ്പബിൾ ആണ്, ഇത്രയും കൊടുക്കാൻ പറ്റും, അവരൊക്കെ വളരെ ഉദാരമായി തന്നാൽ $200, അതിലപ്പുറം കൂടുതൽ കിട്ടത്തില്ല. ദാറ്റ്സ് മാക്സിമം വി ക്യാൻ ഗെറ്റ്, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഗുഡ് കാൽക്കുലേഷൻ. We need such people who can actually sit down and immediately make plans and calculations. Very good. But sometimes all our calculation will fail. ഫിലിപ്പ് പറയുന്നത് എന്താ വെച്ചാൽ, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വന്ന് പറയുകയാണ്, ഇതുകൊണ്ട് മതിയാവത്തില്ല. അപ്പം he has come out with an insufficient calculation. ഇത്രയെല്ലാം ചെയ്താലും നമുക്ക് പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ആവശ്യമില്ല. That is a human fault. That is a human flaw. All our calculations will fail sometimes. I think Philip was looking into someone's pocket. നമുക്കറിയാമല്ലോ, നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുമ്പോൾ അല്ലെങ്കിൽ കൺവെൻഷൻ പ്ലാൻ ചെയ്യുമ്പം നമ്മൾ ചിന്തിക്കും, ഇത്ര ലക്ഷം രൂപ വേണം, നമ്മുടെ സഭയിൽ ഇന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇത്രയും കിട്ടും. We have an idea. We think about that and we say, this much we can collect easily. Although we say we have faith, many times we think about that humanly. Philip was exactly, he's a typical example of each and every one of us. But see what the Lord has done here. അപ്പോഴാണ് അന്ത്രയോസ് വരെയാണ്. അന്ത്രയോസ് വന്നിട്ട് എന്താ പറയുന്നത്, ഇവിടെ ഒരു ബാലനുണ്ട്, ആ ബാലന്റെ കയ്യിൽ എന്തുണ്ട്? 5 റൊട്ടിയും 2 മീനും. 5 റൊട്ടിയും 2 മീനും. അപ്പൊ അന്ത്രയോസിന്റെ ആ ഒരു ദാറ്റ് വാസ് an approach of faith. കാൽക്കുലേഷൻ ഒന്നുമില്ല, just very raw faith. 2 മീനും 5 അപ്പവും. ഞാൻ ഒരു പക്ഷേ മന്ത്രവാദിക്ക് നാണമില്ല, ഇത്രയും ചെറിയ ഒരു കാര്യമായിട്ട് 5000 പേരെ പോഷിക്കുവാൻ മുമ്പോട്ട് കടന്നു വരാൻ നാണമില്ല എന്ന് ചോദിക്കാം. പക്ഷേ Andreas comes to the Lord and tell him, we have 5 loaves of bread here. നമുക്ക് 5 റൊട്ടിയും 2 മീനും. And the Lord says, bring it here. Bring it here. അപ്പം കർത്താവ് എന്താണ് ചെയ്തത്? ആ 5 റൊട്ടിയും 2 മീനും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അതുകൊണ്ടാണ് 5000 പേരെ പോഷിപ്പിച്ചത്. Now what is the difference between the Lord and Philip? Philip calculated on the resources which are not currently available, a resource that can come later or can be pulled in. But the Lord used an available resource. Philip was thinking about a resource that can be available after some time or after some efforts, some mobilization. But the Lord honors the available resource. A true leader will use available resource. He will not say that, I have only 2 people here. I'm waiting for the assembly to grow to a number of 50 to have any mega programs or evangelism. With 2 people, what can you do? Nothing can be done. Just 2 people, me, my wife, or me, my wife, and 1 more family. That's all we have. But for the Lord, that little small thing which is available is enough to do miracles. നമ്മൾ അനേകര്, we have the kind of the leadership that Philip has.
We sit down, make plans and plans and plans, and think about some resources available in America or Europe or Gulf. We plan something here, immediately we take flight and go to Gulf and say that we have something amazing happening here. Will you give us resource? That is a Philip style of leadership. But the Lord says, what is available here is enough. രണ്ട് റൊട്ടി, രണ്ട് മീൻ, 5 റൊട്ടി, അത് മാത്രം മതി. A true leader will value the available resources even though it is such a small, negligible amount the Lord can use for a greater purpose. If you are a true leader, you will use the available resource. Shall we go to verse 12? 12 വാക്യത്തിലേക്ക് പോകാം. When they were filled, he said unto his disciples, gather up the fragments that remain, that nothing be lost. വലിയൊരു മഹാത്ഭുതം സംഭവിച്ചവിടെ. 2 മീനും 5 റൊട്ടിയും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതിനുശേഷം കർത്താവ് പറയുകയാണ്, അവശേഷിക്കുന്ന കഷണങ്ങളെല്ലാം ഒരു കുട്ടയിൽ, ഒരു ബാസ്ക്കറ്റുകളിൽ സ്വരൂപിക്കുക. അവിടെ വായിക്കുന്നത്, അവർ അതെല്ലാം സ്വരൂപിച്ചപ്പോൾ 12 കൊട്ട നിറയെ ആവശ്യമായിട്ടുള്ള ആഹാരം അവിടെ ലഭ്യമായിരുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് 12 കൊട്ട? അത് 13 ആയില്ല, 11 ആയില്ല. എക്സാക്ട്ലി 12 basket full of bread and fish. ഞാൻ കരുതുകയാണ്, കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, അല്ലെ? 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ 12 ശിഷ്യന്മാര് ഈ വലിയ ശുശ്രൂഷ ചെയ്യുമ്പം കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഐ എം പുട്ടിങ് ഇറ്റ് ഇൻ ടുഡേസ് ടൈം. ഒരു വലിയ മിറാക്കിൾ ക്രൂസൈഡ് നടക്കുകയാണ്. കർത്താവാണ് ചീഫ് പാസ്റ്റർ, 12 കോ പാസ്റ്റേഴ്സ്. വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അപ്പൊ ഈ 12 + 1 13 പേർ ഒരുമിച്ച് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. എല്ലാവരും വളരെ അത്ഭുതം നടന്നു. എല്ലാവരും ഭക്ഷിച്ച് പാനം ചെയ്ത് തൃപ്തരായി എല്ലാവരും വീട്ടിൽ പോവുകയാണ്. തൻ്റെ കൂടെ ശുശ്രൂഷിച്ച ഈ 12 കോ പാസ്റ്റേഴ്സ് അവരും ശുശ്രൂഷ കഴിഞ്ഞ് തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി പോവുകയാണ്. സോ അവരങ്ങനെ പോകുമ്പോൾ അവരുടെ വീടുകളിൽ ആരുണ്ട്? ഫാമിലീസ്. അവരുടെ വീടുകളിൽ അവരുടെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, അവരുടെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. പാസ്റ്റർ വളരെ സന്തോഷത്തിലാണെന്ന്. ഓക്കെ, ദ ലീഡർ ഈസ് വെരി സോറി. The chief pastor is very happy and all the co-pastors are happy. പക്ഷെ അവർ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവരുടെ സന്തോഷം എല്ലാം പോകും. എന്താണെന്ന് അറിയാമോ? ഭാര്യയ്ക്ക് കഴിക്കാനില്ല, മക്കൾക്ക് കഴിക്കാനില്ല. They think about a great work they have accomplished, but when they come home, they will have to face the faces of his wife and children who are waiting for the daddy to come with the food in his hand. കർത്താവ് അത് മുന്നമേ കണ്ടു. ഇവരുടെ സന്തോഷം ഇവിടെ അവസാനിക്കാൻ പാടില്ല. എന്റെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ സഹപ്രവർത്തകരുടെ സന്തോഷം ഇവിടെ അവസാനിക്കാൻ പാടില്ല. They should be happy even when they go to their home. They should be happy and their families also should be happy. The 6th principle is, a true leader will be sensitive towards the needs of his team members. തൻ്റെ സഹപ്രവർത്തകരുടെ ആവശ്യങ്ങളിൽ വളരെ സെൻസിറ്റീവ് ആയിരിക്കും
യഥാർത്ഥത്തിലുള്ള ലീഡേഴ്സ്. They are concerned about. They don't think about their own well-being, their own happiness. They think about their own co-workers. They want to see that their fellow worker, their co-workers are happy as well, and their families as well. അവരുടെ കുടുംബങ്ങളും അവരും സന്തോഷമായിരിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നവരാണ്. Number 7, the last point here. The last point is in the 15th verse. നാം വായിച്ച 15ാമത്തെ വാക്യത്തിലാണ് അവസാനത്തെ പോയിന്റ് ഉള്ളത്. When Jesus therefore perceived that they would come and take him by force to make him a king, he departed again into a mountain himself alone. കർത്താവ് അവർ വന്ന് തന്നെ നേതാവാക്കാൻ പോവുകയാണ്, രാജാവാക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ ഒറ്റയ്ക്ക് ആരും അറിയാതെ ഏകാന്തതയിലേക്ക് വാങ്ങിപ്പോയി എന്നാണ് അവിടെ വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, എ ട്രൂ ലീഡർ വിൽ റെഫ്യൂസ് ഓൾ ഫോംസ് ഓഫ് ഹ്യൂമൻ ഓണർ ആൻഡ് റെക്കഗ്നിഷൻസ്. കർത്താവ് പറയാണ്, I don't want any human recognitions. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നെ രാജാവാക്കാൻ പോകുന്നു, എന്നെ നേതാവാക്കാൻ പോകുന്നു എന്ന് കർത്താവ് മനസ്സിലാക്കിയപ്പോൾ കർത്താവ് ആരും അറിയാതെ പതുക്കെ അവിടുന്ന് മാറിക്കൊടുക്കുകയാണ്. അത് ഇന്നത്തെ നേതാക്കളെ അപേക്ഷിച്ച് കർത്താവിൻ്റെ മാതൃക എത്ര മനോഹരമാണ്. നമ്മളെല്ലാം നേതാക്കന്മാരാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മാത്രമല്ല, നേതാവാകണം എന്ന് നാട്ടുകാരെല്ലാം അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? 5 അപ്പവും 2 മീനും കൊടുത്ത ശേഷം ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇടും, എല്ലാ ഗ്രൂപ്പിലും ഫോർവേഡ് ചെയ്യും. ബിക്കോസ് പീപ്പിൾ ഷുഡ് നോ, അല്ലേ? അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ദേ ഷുഡ് നോ ദാറ്റ് ഐ ഡിഡ് ഇറ്റ്. കർത്താവ് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് എനി അഡ്വർടൈസ്മെന്റ്സ്. ഐ ഡോണ്ട് വാണ്ട് യുവർ റെക്കഗ്നിഷൻസ്. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ് ബിഗ് ചെയർ. ഐ തിങ്ക് ഇവരെന്ത് ചെയ്ത് കാണും? ഒരുപക്ഷെ ഇന്ന് രാത്രി, ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് മൈതാനത്ത് വലിയൊരു കർത്താവിനെ ആദരിക്കാൻ വേണ്ടി ഒരു വലിയ മീറ്റിംഗ്, നേതാവായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്ന മീറ്റിംഗ് ആണ്. നല്ല കാര്യമല്ലേ? റിയലി ഗുഡ്. ഐ തിങ്ക് they were planning something like that, something similar. പക്ഷെ കർത്താവ് ഒറ്റയ്ക്ക് ഏകാന്തമായി മാറിപ്പോയി എന്ന് പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ നായകരായിട്ടുള്ള ലീഡർഷിപ്പിലുള്ളവർ എന്ത് ചോദിച്ചാൽ അവരെല്ലാം ചെയ്ത ശേഷം അവർ പറയും, ഐ ആം ആൻ അൺവർതി സെർവന്റ്. ഐ ഡിഡ് വാട്ട് ഐ ആം സപ്പോസ്ഡ് ടു ഡു. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു. ഞാൻ യാതൊരു അംഗീകാരത്തിനോ യാതൊരു വിധമായിട്ടുള്ള പുകഴ്ചയ്ക്ക് യോഗ്യനല്ല. എനിക്ക് അതൊന്നും ആവശ്യമില്ല. ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവർ മനുഷ്യനിൽ നിന്ന് വരുന്ന എല്ലാ മാനവും മഹത്വവും അവർ ആദരപൂർവം തിരസ്കരിക്കും. അതാണ് യഥാർത്ഥ നായകത്വത്തിൻ്റെ പ്രത്യേകത. ഞാൻ പറഞ്ഞ 7 കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തേക്ക്, സോറി, ഐ ഹാവ് ലിറ്റിൽ കോഫ്. ബട്ട് a leader understands people's need. A good leader invites people to get involved. A good leader asks, where is the answer? Not how you can resolve the problem. A good leader will know what he is doing and where he is going. He has clarity about what he is about to do. A good leader values available resources, although it is negligible. A good leader will be sensitive towards the needs of his team members. A good leader will refuse all forms of human honor
or recognition. These are the 7 points from this passage. I hope this study was beneficial for each one of you. God bless you.